ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിനെ മറ്റൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ റിഡക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്താണെന്ന് ഓൾറെഡി നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ പോർട്ട്ഫോളിയോയുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. The process of combining more than one security into a portfolio is known as diversification. അറിയല്ലേ, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ സെക്യൂരിറ്റികൾ ഒരു പെർട്ടിക്കുലർ കമ്പൈൻ ചെയ്യുക. ആ കമ്പൈൻ ചെയ്യുന്ന എൻ്റെ പ്രോസസ്സിനെയാണെന്ത് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒന്നിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രിഫർ ചെയ്യുക. ദാറ്റ് മീൻസ് പോർട്ട്ഫോളിയോ. ആ പോർട്ട്ഫോളിയോയിലൂടെ എന്താണ് റിസ്ക് റിഡക്ഷൻ സാധ്യമാകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഡൈവേഴ്സിഫിക്കേഷൻ. ടു അണ്ടർസ്റ്റാൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ should consider impact of correlation and covariance on portfolio risk. അപ്പോൾ ഈ ആക്ച്വലി എന്താണ് ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് എങ്ങനെ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ റെഡ്യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് വി ഷുഡ് ഐഡൻറ്റിഫൈ ഓർ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ കോറിലേഷൻ ആൻഡ് കോവേരിയൻസ് ഓൺ പോർട്ട്ഫോളിയോ റിസ്ക്. ഈ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഈ സെക്യൂരിറ്റികൾ തമ്മിലുള്ള കോറിലേഷൻ അല്ലെങ്കിൽ കോവേരിയൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഡൈവേഴ്സിഫിക്കേഷൻ എത്ര പോസിബിൾ ആകും എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേസസ് ആണ് എങ്ങനെയൊക്കെ നമുക്ക് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാമെന്ന്. ദ സെക്യൂരിറ്റി റിട്ടേൺ ആർ പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ്. അപ്പം നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആവണമല്ലേ. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ സെക്യൂരിറ്റികൾ കമ്പൈൻ ചെയ്ത് ആ കമ്പൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് റിസ്ക് റിഡക്ഷൻ പോസിബിൾ ആക്കണം. അപ്പോൾ ആ കമ്പൈൻ ചെയ്ത സെക്യൂരിറ്റികളെ എങ്ങനെയൊക്കെ ആവണം? 3 രീതിയിലാണ് നോർമലി നമ്മൾ സെക്യൂരിറ്റികൾ കമ്പൈൻ ചെയ്യുക അല്ലെങ്കിൽ ആ പോർട്ട്ഫോളിയോ സെറ്റപ്പ് ചെയ്യുക. സെക്യൂരിറ്റി റിട്ടേൺ ആർ പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ പോർട്ട്ഫോളിയോയിലുള്ള സെക്യൂരിറ്റികൾ എല്ലാം അല്ലെങ്കിൽ ആ സെക്യൂരിറ്റികളെല്ലാം റിട്ടേൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ്. അവിടെ റിട്ടേൺ എങ്ങനെയാണ്? പോസിറ്റീവായിട്ട് കോറിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റിക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പോർട്ട്ഫോളിയോയിലുള്ള ബാക്കി എല്ലാ സെക്യൂരിറ്റികൾക്കും ഇൻക്രീസ് വരികയാണെങ്കിൽ അതിനെയാണെന്ത് ആ പോർട്ട്ഫോളിയോ ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് റിട്ടേൺ തരുന്ന പോർട്ട്ഫോളിയോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതല്ല, സെക്യൂരിറ്റി റിട്ടേൺ ആർ പെർഫെക്റ്റ്ലി നെഗറ്റീവ്ലി കോറിലേറ്റഡ്. നെഗറ്റീവ്ലി കോറിലേറ്റഡ് എന്താണ്? ആ പോർട്ട്ഫോളിയോയിൽ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്ക് ഇൻക്രിമെൻ്റ് ആണെങ്കിൽ മറ്റൊരു സെക്യൂരിറ്റിക്ക് എന്താണ് ഡിക്രീസിങ് ട്രെൻഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻ ആണെങ്കിൽ എന്താണ് വി ക്യാൻ സേ ദാറ്റ് ദ റിട്ടേൺ ആർ പെർഫെക്റ്റ്ലി നെഗറ്റീവ്ലി കോറിലേറ്റഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പോർട്ട്ഫോളിയോ. ഇനി അതൊന്നും അല്ലാത്ത കേസാണ് ദ സെക്യൂരിറ്റി റിട്ടേൺ ആർ നോട്ട് കോറിലേറ്റഡ്, ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. പരസ്പരം എന്താണ് യാതൊരു രീതിയിലും എന്താണ് റിലേഷൻഷിപ്പില്ല. ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിൻ്റെ റിട്ടേണിനെ മറ്റൊരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്ക് യാതൊരു രീതിയിലും റിലേഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദേ ആ ഇൻഡിപെൻഡൻറ്റ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് പോർട്ട്ഫോളിയോയിലുള്ളിൽ എന്താണ് സെക്യൂരിറ്റികൾ കമ്പൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് കേസാണ് സെക്യൂരിറ്റി റിട്ടേൺ ആർ പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ്. സെക്യൂരിറ്റി റിട്ടേൺ പെർഫെക്റ്റ്ലി പോസിറ്റീവ് കോറിലേറ്റഡ് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ദ വേരിയൻസ് ഓഫ് സച്ച് പോർട്ട്ഫോളിയോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. അപ്പോൾ എന്താണ് വേരിയൻസ് നമുക്ക് എങ്ങനെ ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റീൻ്റെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത് സിഗ്മ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു x1 സ്ക്വയർ സിഗ്മ 1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ പ്ലസ് 2x1 x2 r12 സിഗ്മ 1 സിഗ്മ 2. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണെന്ത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ആ ഇക്വേഷനിൽ നിന്നാണ് ആക്ച്വലി ഇത് ഡെറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ആക്ച്വലി ഇതിൻ്റെ ഡെറിവേഷൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നാണ്. സോ ഇതേപോലെ തന്നെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
x1 സ്ക്വയർ സിഗ്മ 1 സ്ക്വയർ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സ്ക്വയർ x2 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ. 2ab ആണെന്ന് ആക്ച്വലി ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ഫസ്റ്റ് സിറ്റുവേഷന് പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറഞ്ഞല്ലേ, പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ ആർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ R1 2 1 എന്ന സെക്യൂരിറ്റിയും 2 എന്ന സെക്യൂരിറ്റിയും തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. R12 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദിസ് മേ ബി റീ റിട്ടേൺ ആസ്. സോ മുകളിലെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീ റിട്ടേൺ ചെയ്യാൻ പറ്റും? സിഗ്മ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു x1 സ്ക്വയർ സിഗ്മ 1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ പ്ലസ് 2x1 x2 സിഗ്മ 1 സിഗ്മ 2. ഈ R1 എന്ന് പറയുന്നത് 1 ആകുമ്പോൾ നോർമലി എന്ത് ചെയ്യും? അത് ക്യാൻസൽ ചെയ്ത് പോകും. അത് വേണം നിർബന്ധമില്ല. സോ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. സിഗ്മ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു x1 സിഗ്മ 1 പ്ലസ് x2 സിഗ്മ 2 ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, അങ്ങനെയാണെന്ത് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ വേരിയൻസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ എഴുതിയാൽ മതി? സിഗ്മ പി സ്ക്വയർ ആണ് വേരിയൻസ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? ആ സ്ക്വയർ കളഞ്ഞാൽ മതി. സിഗ്മ പി ഈസ് ഈക്വൽ ടു x1 സിഗ്മ 1 പ്ലസ് x2 സിഗ്മ 2 എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഇതാണ് ആക്ച്വലി എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇഫ് ദ സെക്യൂരിറ്റീസ് ആർ പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ്. ഒരു എക്സാമ്പിൾ നോക്കാം. Taking the above example, we shall now calculate the portfolio standard deviation when correlation coefficient is +1. ആക്ച്വലി ഇത് ക്വസ്റ്റ്യൻ എന്താണ്? മുമ്പേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ള അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ പോർട്ട്ഫോളിയോൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ? വെൻ ദ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് +1. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 1 ആണ്, പെർഫെക്റ്റ്ലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്ത് പോർട്ട്ഫോളിയോൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം ഇക്വേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി എ എന്ന സെക്യൂരിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 40%, ബി എന്ന സെക്യൂരിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 25% കൂടാതെ എ എന്ന സെക്യൂരിറ്റീൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 0.4, ദാറ്റ് മീൻസ് 40%, ബി എന്ന സെക്യൂരിറ്റീൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 60% അല്ലേ, 60%. അതായത് നമ്മുടെ എൻ്റയർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 40% എ എന്ന പെർട്ടിക്കുലർ സെക്യൂരിറ്റിയിലും അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിലും ബാക്കിയുള്ള 60% ബി എന്ന സെക്യൂരിറ്റിയിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഇനി എയും ബിയും തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് +1 ഓൾറെഡി തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മുമ്പ് പറഞ്ഞ അതേ ഇക്വേഷൻ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇക്വേഷൻ എന്താണ്? x1 സിഗ്മ 1 പ്ലസ് x2 സിഗ്മ 2 എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? x1 എത്രയാണ്? അതിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? 0.4 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 40 പ്ലസ് 0.6 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു 31 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏരിയ. സെക്യൂരിറ്റി റിട്ടേൺ ആർ പെർഫെക്റ്റ്ലി നെഗറ്റീവ്ലി കോറിലേറ്റഡ്. എനിക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ അല്ലേ, കേസ് 2 ആണ്. ഇനി സെക്യൂരിറ്റിൻ്റെ റിട്ടേൺ, നമ്മളുടെ എൻ്റെ പോർട്ട്ഫോളിയോയുടെ സെക്യൂരിറ്റി റിട്ടേൺ എന്താ? പെർഫെക്റ്റ്ലി നെഗറ്റീവ്ലി കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സെയിം ഇക്വേഷൻ എങ്ങനെയായി മാറും നോക്കാം. സിഗ്മ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു x1 സ്ക്വയർ x2 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ മൈനസ് 2x1 x2 ഇൻറ്റു R12 സിഗ്മ 1 സിഗ്മ 2 എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ പറഞ്ഞു കോറിലേഷൻ R12 എന്ന സെക്യൂരിറ്റികൾ തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് -1 ആണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് റിട്ടേൺ ചെയ്യാം അല്ലേ. സിഗ്മ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു x1 സിഗ്മ 1 മൈനസ് x2 സിഗ്മ 2 ഹോൾ സ്ക്വയർ. കാരണം ഇവിടെ -1 ആകുമ്പോൾ നോർമലി ഇത് കട്ടായി പോയി, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ? വേരിയൻസ് ഇത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് x1 സിഗ്മ 1 മൈനസ് x2 സിഗ്മ 2 എന്ന് പറയും. അപ്പോൾ മുമ്പത്തെ സെയിം ഇക്വേഷനിൽ എന്താണ്? ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. എന്താണ്? ഇവിടെ സെൻട്രൽ എന്താണ്? മൈനസ് എന്ന സിമ്പിൾ വരും അല്ലേ. ഒരേപോലെ തന്നെയാണ് വരുന്നത്, പകരം എന്താണ് വരുന്നത്?
4 into 40 minus 0.6 into 25. സോ ആൻസർ ഈസ് 1 എന്ന് കിട്ടും. അപ്പോൾ പെർഫെക്റ്റ്ലി നെഗറ്റീവ് ആണ് എങ്കിൽ അവയുടെ റിസ്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ അനദർ കേസാണ് സെക്യൂരിറ്റി റിട്ടേൺ ആർ നോട്ട് കോറിലേറ്റഡ്. കോറിലേഷൻ ഒന്നും ഇല്ല, സെക്യൂരിറ്റി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓർ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്, അത് ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ നോക്കാം. ഇക്വേഷൻ എങ്ങനെ വരും? സിഗ്മ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ. ഇവിടെ എന്താണ് മാറ്റം എന്ന നോ കോറിലേഷനാണ്. നോ കോറിലേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? R12 ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. R12 എന്ന് പറയുന്നത് 0 ആണ്, തമ്മിൽ യാതൊരു കോറിലേഷനും ഇല്ല. അപ്പോൾ 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക് എന്തായി മാറും? ഇവിടെ ആ ഒരു ഏരിയ ക്യാൻസലാവും. അപ്പോൾ സിഗ്മ പി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് x1² സിഗ്മ 1² പ്ലസ് x2² സിഗ്മ 2² ആയി അത് മാറും. ഓക്കെ, ഇവിടെ മുമ്പത്തെ സെയിം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റൂട്ട് 0.4² 40² പ്ലസ് 0.6² ഇൻറ്റു 25². നമുക്ക് ആൻസർ 21.93 എന്ന് കിട്ടും. അപ്പോൾ 3 സിറ്റുവേഷനിലും സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് 3 സിറ്റുവേഷനിലെയും റിസ്ക് ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പറഞ്ഞാൽ എന്താണ്? റിസ്കിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും റിസ്ക് കുറയുന്നത്? ഇവിടെ സെക്യൂരിറ്റിന് റിട്ടേൺ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 21.93 ആണ് നമുക്ക് കിട്ടിയത്. രണ്ടാമത് എന്താണ്? നെഗറ്റീവ് കോറിലേഷൻ ആണ് നമുക്ക് കിട്ടിയത് എത്രയാണ്? -1 ആണ് നമുക്ക് കിട്ടിയത്. പോസിറ്റീവ് കോറിലേഷൻ ആയിരുന്നപ്പം 31 ആണ് നമ്മുടെ റിസ്ക്. അപ്പോൾ എപ്പോഴാണ് റിസ്ക് ഏറ്റവും കുറവ്? സെക്യൂരിറ്റി റിട്ടേൺ ആ പെർഫെക്റ്റ്ലി നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആകുമ്പോഴാണെന്ത് നമുക്ക് പോർട്ട്ഫോളിയോയുടെ റിസ്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ റിസ്ക് കുറയ്ക്കുന്ന ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ലോ ആക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? ഇപ്പോൾ സെക്യൂരിറ്റി റിട്ടേൺ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ തമ്മിൽ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയ സിറ്റുവേഷനിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. Thank you.